ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ ഏഴും നൽകയാ. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ ഏഴും നൽകയാ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. അപ്പോഴും മനുഷ്യർ നമ്മളെ താഴ്ത്തും, അല്ലേ? മനുഷ്യർ താഴ്ത്തും. വിജയത്തിൻ്റെ വഴികളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വിശ്വാസ വിജയത്തിൻ്റെ വഴികളിൽ തന്നെ താഴ്ത്തുക ഒന്ന് നമ്മൾ ചെയ്യേണ്ടതാണത്. അത് ഈശോ ചെയ്തതാണ്. തന്നെ താഴ്ത്തി. എന്താണ്? അവൻ്റെ സ്റ്റാൻഡേർഡ് അവൻ കീപ്പ് ചെയ്തില്ല. ചിലപ്പോൾ നമ്മുടെ നിലവാരം ചോദ്യം ചെയ്യപ്പെടാം. ഇപ്പോൾ ചില അപ്പന്മാർ വന്ന് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ പുതിയ മരുമക്കൾക്ക് ഇങ്ങനെ മേലും കീഴും അറിയത്തില്ലല്ലോ. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അവരപ്പം തന്നെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പന്മാർ വന്ന് അമ്മായിയപ്പൻ അല്ലെങ്കിൽ കെട്ടി വന്ന വീട്ടിൽ ഭർത്താവിൻ്റെ അപ്പൻ അകത്തോടെ വന്ന് കയറുകയാണ്. അപ്പോൾ അവളെന്ത് ചെയ്ത്? അവൾക്കറിയാം ഈ മുപ്പലാം കയറി വരുന്നുണ്ടെന്ന്, പക്ഷേ മൈൻഡ് ചെയ്യത്തില്ല. അവളെന്താ? അവൾ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അതോടുകൂടി ആ അമ്മായിയപ്പന് കുരു പൊട്ടും. തീർന്ന പരിപാടി. പിന്നെ എന്താണ്? ഈ പിശാചിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണം, അല്ലെങ്കിൽ കല്യാണം കലക്കണം. അവർ അത് മനുഷ്യനും വിറഞ്ഞു കഴിഞ്ഞുകൊണ്ടല്ലോ അവൻ മേലും കീഴും നോക്കത്തില്ല. എന്താണ്? അവൻ്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും. അതായത് ഒരപ്പനാണ് കയറി വരുന്നത്. അപ്പം മരുമകൾ പുതിയ മരുമകളാണ്. അവളെ വീഡിയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ മൈൻഡ് ചെയ്യണില്ല. അതെന്ത് ചെയ്ത്? പിന്നെ അയാൾ മൈൻഡ് ചെയ്യാതെ തടിതപ്പി അവിടുന്ന്. കാര്യം എന്താ? ഇവിടെ മുമ്പിൽ കൊച്ചാകണതായിട്ട് അവളറിയിക്കാതിരിക്കുക. നീ ഇരിക്കണത് ഞാൻ മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരികിട കളി കളിച്ചുകൊണ്ട് മാറി. അല്ലെങ്കിൽ ചെന്ന് ഭർത്താവിനോട് പറയും, നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നുണ്ട്, ഒരു വിഷവിത്തിനെയാണ് കെട്ടിയെടുത്തിരിക്കുന്നത്, കുടുംബത്തിൻ്റെ മാനവും സ്ഥാനവും അറിയാൻ പാടില്ലാത്ത ആളെയാണ്, ഇവളെ ആര് വളർത്തി, ഏത് കാണ്ടാമൃഗമാണ് ഇവളെ വളർത്തിയെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് ഭയങ്കര ഡയലോഗാണ് നമുക്ക് ഓടിക്കണം. ദാറ്റ് ഈസ് കാര്യം. എന്താ? നമ്മുടെ പൊസിഷൻ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ദൈവമാണ്, പക്ഷെ ദൈവമാണ് അവളെ അവിടെ ഇരുത്തിയത്, നമ്മുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരു വഴി കാണിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് ലോകത്താരും മനസ്സിലാകത്തില്ല, പക്ഷേ ദൈവ പൈതലിന് മനസ്സിലാകും. അതുകൊണ്ട് അവനെന്ത് ചെയ്യും? അവൻ അമ്മയെപ്പോലെ മൗനം പാലിക്കും. 2:19 മൗനം. അവൻ ഈശോയെപ്പോലെ മൗനം പാലിക്കും. ഐസയ 53:7 മൗനം. ആ വിഷയം അങ്ങനെയാണ്. നമ്മളെ തന്നെ എളിമപ്പെടുത്തും. നമ്മുടെ സ്ഥാനം. കാര്യം എന്താ? അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു. നീ അമ്മായിയപ്പനാണ്, വീടിൻ്റെ അപ്പനാണ്, കുടുംബത്തിൻ്റെ നാഥനാണ്, ഓക്കെ. പക്ഷേ ചില സമയത്ത് സ്ഥാനങ്ങൾ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ദൈവം ഇടയാക്കും. നമ്മുടെ സ്ഥാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ ദൈവം ഇടയാക്കും. ഇപ്പം 3 പേര് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ 2 പേരും കൂടി സംസാരിക്കുന്നത് നമ്മൾ ആ സംസാരത്തിന് അവോയ്ഡ് ചെയ്യും. നിങ്ങളെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല, നിങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ട് എനിക്ക് എന്നാ കിട്ടാനാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോരേണ്ടി വരും, അതല്ലെങ്കിൽ നമുക്ക് അതിനെ കുത്തിക്കലക്കം ഉണ്ടാക്കേണ്ടി വരും. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദൈവം ഇതില്ലേ? ചില സമയത്ത് ദൈവം തന്നെ ഇങ്ങനെ സമൂഹത്തിൽ 3 പേരുണ്ടെങ്കിൽ 3ാമത്തെ ഒരാളായിട്ട് നിന്നെ അവോയ്ഡ് ചെയ്തെന്ന് വരാം. കാര്യം എന്താണ്? അപ്പോൾ നീ ഓർക്കണം, ഒന്നും സംഭവിച്ചിട്ടില്ല, ഈശോയായിട്ട് എന്നെ മാറിയിരിക്കുന്നു ഞാൻ. കാര്യം ഈശോയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു, പക്ഷേ അവൻ ദൈവത്തോടുള്ള സമാനത, അവൻ്റെ സ്ഥാനം പരിഗണിക്കേണ്ട ഒരു കാര്യമായി അവൻ കരുതിയില്ല. അതുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ഞാനും എൻ്റെ സ്ഥാനം ഈശോയുടെ നാമത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമായി കരുതണില്ല. കർത്താവെ, എന്നെ എളിമപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവെ, ദൈവം നമ്മൾ ഉയർത്തണ വഴികളാണത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിജയത്തിൻ്റെ വഴികളിൽ നമ്മൾ രണ്ട് താഴ്ചകൾ കണ്ടു. എന്താണ്? തന്നെത്താൻ താഴ്ത്താൻ പറ്റും. പിന്നെ മനുഷ്യർ, ദ സെക്കൻഡ് പേഴ്സൺ, അതർ പേഴ്സൺ നമ്മളെ താഴ്ത്തും. അതാണ് നമ്മൾ ഐസിയ 53:3 കണ്ടത്. തന്നെത്താൻ താഴ്ത്തുന്നത് നമ്മൾ ഫിലിപ്പിയർ 2:6 കണ്ടു. ഇനി ദൈവം തന്നെ നേരിട്ട് നമ്മളെ താഴ്ത്തും, നമ്മളെ എളിമപ്പെടുത്തും. ദൈവം തന്നെ നേരിട്ട് നമ്മളെ എളിമപ്പെടുത്തും. അത് ദൈവത്തിൻ്റെ പണ്ട് മുതലേയുള്ള വിശ്വാസ വഴികളിലുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമാണ്. നിയമാവർത്തനം 8:2 എന്താ പറയണത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിച്ചത് എന്ത് മരുഭൂമിയാണ്? ശൂന്യത ഓരിയിടുന്ന മരുഭൂമി. എന്ത് മരുഭൂമിയാണ്? ആത്മീയ സർപ്പങ്ങളുള്ള മരുഭൂമി. എന്ത് മരുഭൂമിയാണ്? വെള്ളവുമില്ല ഭക്ഷണവുമില്ലാത്ത മരുഭൂമി, പട്ടിണിക്കാലം. അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ മഞ്ഞത്തേളുകളുള്ള മരുഭൂമി. കാര്യം നമ്മൾ കുറേ നാളത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ തേളിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരെ കണ്ടുമുട്ടത്തുള്ളൂ. തന്തയ്ക്ക് വിളിക്കണവരും തോന്നിവാസികളും നമ്മളെ മൈൻഡ് ചെയ്യാത്തവരും ഒരു കാലമാണ്. ജീസസിൻ്റെ കൂടെ ഈ കാലങ്ങൾ ഒത്തിരി ഉണ്ട് മക്കളെ. നിങ്ങളെപ്പോഴും വിചാരിക്കരുത് സന്തോഷത്തിൻ്റെ കാലമല്ല, എല്ലാ തരത്തിലെ കാലവുമുണ്ട്. മരുഭൂമിയിലൂടെ പോകുമ്പോൾ എന്താണ്? ആഗ്നേയ സർപ്പങ്ങളാണ്. പണിയും പാരയും വരണത് അറിയത്തില്ല. കാര്യം ആഗ്നേയ സർപ്പങ്ങളെ കണ്ടിട്ടില്ല, തീപ്പാമ്പ്. അവനീ മരുഭൂമിയിലെ മഞ്ഞ മണ്ണിൻ്റെ ഉള്ളിൽ പൊതഞ്ഞ് കിടന്നിട്ട് മൂക്ക് മാത്രം മോളി വെക്കും. കാണത്തില്ല, പാര എവിടുന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മുടെ ചവിട്ടടിയും നമുക്കെതിരെയുള്ള മരണം പതിയിരിക്കുന്ന കാലമാണ്. ചവിട്ടടിയും മരണം പതിയിരിക്കുന്നു. ചവിട്ടി കഴിയുമ്പോഴാകുമ്പോൾ പിടിക്കണം നമ്മളെ. അപ്പം അങ്ങനെ ഒരു കാലമുണ്ടാകും, മരുഭൂമിയിലൂടെ നയിക്കും. പക്ഷേ എന്താ പറയണത്? ഭജനം എന്താ പറയണത്? ഇങ്ങനെ അവിടുന്ന് നിങ്ങളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും. അതാണ് സംഭവം. അതാണ് നിയമാവർത്തനം 8:2, 8:3. നിങ്ങളെ എളിമപ്പെടുത്താനും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനങ്ങൾ കൊണ്ട് കൂടിയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് പിന്തിരിയാൻ വേണ്ടിയാണ് എൻ്റെ മക്കളൊരു പണി ചെയ്യണം. ഇപ്പം ഇന്നാളൊരു അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ വീട്ടിലെപ്പോഴും കലഹം, മക്കൾ തമ്മിലടിയും ദേഹോപദ്രവവും. വീട്ടിൽ ചില ആൾക്കാർ അടുക്കളയിലുള്ള പെണ്ണുങ്ങളെ അരിയിട്ട് വെക്കണില്ല, സമയത്ത് ആഹാരമില്ല, എല്ലാം സമരവും സ്ട്രൈക്കുമാണ്. വീട്ടിൽ തമ്മിലടിയും അതിൻ്റെ പേരിലുണ്ടാകുന്ന വീട്ടിൽ അരിയിട്ട് വെക്കാത്ത പട്ടിണിക്കാലമാണ്. പലതരത്തിലുള്ള കാലങ്ങളാണ്. ഇങ്ങനെ കാലം നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ ഭർത്താവ് വെള്ളം ഒഴിച്ച് നടക്കും, നമ്മുടെ കാര്യം അന്വേഷിക്കത്തില്ല. ഈ മക്കൾ തമ്മിലടിയും പല വിഷയങ്ങളാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൊബൈൽ വേണമെന്ന് പറഞ്ഞ് നടക്കണില്ലേ? അല്ലേ? ഇപ്പോൾ ആപ്പൊക്കെ ആയാലും ഗവൺമെൻറ് തൽക്കാലത്തേക്ക് ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാരണം ടിക്ടോക്ക് അങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഒന്നുമില്ല. ആപ്പുള്ളത് ചിലക്ക് കളി കാണണം, ചിലക്ക് സ്പോർട്സ് കാണണം, ചിലക്ക് സിനിമ കാണണം, ചിലക്ക് കോമഡി കാണണം. അപ്പോൾ ഒരു വീട്ടിൽ ഒരു മൊബൈലിന് പകരം ചിലക്ക് ഇനി ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിന് മൊബൈൽ വേണം. അപ്പോൾ 2 മൊബൈലും ഉണ്ട്, തമ്മിലിടിയാണ് ഓരോ പ്രോഗ്രാമിനെ. അപ്പോൾ ഇവർ തമ്മിൽ പറഞ്ഞ് ഉടക്കി തമ്മിൽ ചിലപ്പോൾ അടിയും, ചിലപ്പോൾ തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടാവും. അതിൻ്റെ പേരിൽ പല ആൾക്കാരും കെറിയുകയും വഴക്കിടുകയും എന്നിട്ട് നമ്മൾ ചില അറിയാതെ സമയത്ത് തെറ്റ് ചെയ്തവനെ നമ്മൾ പിന്നെയും വഴക്കിടും, തെറ്റ് ചെയ്യാത്തവനെ നമ്മൾ വഴക്കിടും. തെറ്റ് ചെയ്യുന്നതിന് എപ്പോഴും സൂത്രക്കാരനായിരിക്കുമല്ലോ. അവൻ എന്ത് ചെയ്യുന്നത് ന്യൂട്രലായിട്ടേ നിൽക്കത്തുള്ളൂ, അവൻ വെളിപ്പെടുത്തില്ല. അപ്പം നമ്മളോർക്കും തെറ്റ് ചെയ്യാത്തവന് നമ്മൾ ആരെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ പാർഷ്യലായിട്ട് വിധിച്ചെന്ന് വരും. അപ്പോഴവർക്ക് അമ്മ ഇപ്പോൾ അവൻ്റെ കൂടെ ആയിരിക്കും, അവനാണ് സൂത്രപ്പണി മുഴുവൻ കാണിക്കണത്. അപ്പോൾ അടികൊള്ളാനും ഞാൻ, വഴക്ക് കേൾക്കാനും ഞാൻ. ഉടനെ അവർ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ഉടുപ്പലക്കുക, ഭക്ഷണം പാകം ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യണവനാണ് എപ്പോഴും പരാജയപ്പെട്ടു വരുന്നത് കുടുംബത്തിൽ. വെറുതെ തിന്നണവൻ എപ്പോഴും വലിയ ആളായിരിക്കും.
അവൻ സൂത്രപ്പണി മുഴുവൻ കാണിക്കുകയും ചെയ്യും. അപ്പനും അമ്മയും അറിയാൻ അവൻ്റെ കൂടെ കൂടുകയും ചെയ്യും. കാര്യം അവൻ്റെ വിക്രയികളൊന്നും അപ്പനും അമ്മയും അറിയുന്നില്ല. അവൻ സൂത്രത്തിലാണ് ആ കാര്യം ഒപ്പിക്കുകയും ചെയ്യണത്. അപ്പോഴവന് പറഞ്ഞു, ഇവിടെ എന്ത് നീതി, ഇവിടെ ന്യായം, ഞാൻ അവഗണിക്കപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞ് അരി വെക്കാനാണ്, അരി വെക്കത്തില്ല. അപ്പോൾ ഉച്ചക്ക് ഊണുമില്ല. എന്ത് ഒരു കാലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാലം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും. ആരും കുറ്റം പറയരുത്. ഇവരെന്താ പറയുന്നത്? വചനം 8:2 എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ വിടുകയാണ്. ആത്മീയ സർപ്പങ്ങളാണ് മരുഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ കരിന്തേളുകളും ഉണ്ട് മരുഭൂമിയിൽ. ഇവിടെ എന്താണ്? നിങ്ങളെ വിശപ്പറിയാൻ വിട്ട്. ഉച്ചക്ക് ഭക്ഷണം ഇല്ലല്ലോ, സമരത്തിലല്ലേ ആൾക്കാർ. അരിവെപ്പ് തൊഴിലാളികളെല്ലാം സമരത്തിലാണ്. നമുക്ക് ഭക്ഷണമില്ല. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ പോലും തിരക്കാനും ആളില്ല. വാട്ട് ഡു? കഴിക്കാനുള്ളവരൊക്കെ വീട്ടിൽ പുറന്തീറ്റ് തിന്നിട്ട് അവരവർ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ കഴിച്ചാൽ ഇല്ലെന്ന് പോലും തിരക്കാൻ ആളുമില്ല. വാട്ട് ഡു? എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ സമയത്ത് വരുമ്പോൾ? അവിടെ നിന്ന് മരുഭൂമിയിൽ നിങ്ങളെ വിട്ടത് വിശപ്പറിയാൻ വിടുകയാണ്. എന്തിനാണ്? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ഈ മക്കളെ കൊണ്ട് മാത്രമല്ല, മക്കളുടെ ശമ്പളം കൊണ്ട് മാത്രമല്ല, മക്കളുടെ സ്നേഹം കൊണ്ട് മാത്രമല്ല. അപ്പം പരവണ്ട വിധമാണല്ലോ. നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ആരോഗ്യം തരുന്ന, നമുക്ക് ഊർജ്ജം തരുന്ന എല്ലാം അപ്പമല്ലേ? ഒരു സ്നേഹബന്ധം ചിലപ്പോൾ അപ്പമായിട്ട് വരും. നമ്മൾ അത് എല്ലാം അപ്പമാണ്. എന്നിട്ട് നമ്മളവർക്ക് എൻ്റെ മക്കളില്ലെങ്കിൽ ഞാൻ ചത്തുപോയതിനും ഞാൻ ഇവർക്ക് വേണ്ടിയല്ല ജീവിക്കണമെന്നൊക്കെ വെറുതെ കള്ളത്തരം. അത് അപ്പം കൊണ്ട് മാത്രമല്ല. എൻ്റെ നീ ദൈവത്തിലാണെങ്കിൽ എപ്പോഴെങ്കിലും ഓർക്കണം, എൻ്റെ മക്കളെ കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിക്കണത്, ഭർത്താവിനെ കൊണ്ട് മാത്രമല്ല ഞാൻ ജീവിക്കണത്, ഭാര്യയെ കൊണ്ട് മാത്രമല്ല ജീവിക്കണത്, അയൽവാസികളെ ബന്ധുക്കളെ അവർ ഫോൺ ചെയ്തിട്ട് നമ്മൾ ഉടനെ ഡെസ്പാകും. വാട്ട് നോൺ സെൻസ്, ആർ യു എ ക്രിസ്ത്യൻ? ഇപ്പോൾ കുറച്ച് പേര് നമ്മളെ വീട്ടിൽ വിളിച്ച് അമ്മ അവരെ വിളിച്ചില്ലല്ലോ. ഇപ്പം നമ്മളെ കൊണ്ട് കാര്യമൊന്നും ഇല്ലായിരിക്കും. വീട്ടുകാരൻ ഉണ്ടായിരുന്ന കാലത്ത് വിളിക്കുമായിരുന്നു, പശു ചത്ത് മോരുടെ പുളിയും കെട്ട്. നമ്മൾ ഓരോ ഡയലോഗ് ഫിറ്റ് ചെയ്യണതാണ്. എന്താണ്? മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നവർ ഇങ്ങനെ ഓരോ ഇതാണ് അപ്പം എന്ന് പറയണത്. നമുക്ക് തൃപ്തി തരണ എല്ലാം അപ്പമാണ്. പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് മേരി ബിനിഷ ഡിസൂസ. എൻ്റെ സ്വദേശം ചാലക്കുടിയിലെ കാടുകുറ്റിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഗോൾവിൻ റോഡ്രിക്സ്. അദ്ദേഹം പോളിടെക്നിക് അധ്യാപകനാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകളുടെ പേര് ആഞ്ചനീന റോഡ്രിക്സ്, അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൻ ആരോൺ റോഡ്രിക്സ്, അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുക്കാൻ വന്നത് 2022 27-ാം തീയതി മെയ് മാസമായിരുന്നു. അന്ന് ഞാൻ 6 നിയോഗങ്ങൾ മാതാവിന് പത്രികയിൽ ഞാൻ എഴുതിയിരുന്നു. അന്ന് തൊട്ട് ഞാൻ മാതാവിനോട് കൂടുതലായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലൊത്തിരി വിഷമങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞാനിവിടെ വന്നിരുന്നത്. ഞാൻ എന്നും രാവിലെ 5:30 എണീറ്റ് മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ചില സമയങ്ങളിലൊക്കെ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞ്, മാതാവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന ആ ദിവസത്തിൽ രാത്രി ആവുന്നതിന് മുമ്പ് ഞാൻ ചെല്ലുമായിരുന്നു. എൻ്റെ 6 നിയോഗങ്ങളിൽ ആദ്യമായി നടന്ന നിയോഗം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ 2ാം നിലയുടെ പണിയായിരുന്നു. അതിൽ ആദ്യം കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് ലോണിന് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് കാല് മടക്കി വീഴുകയുണ്ടായി. അദ്ദേഹത്തിന് നല്ല പരിക്ക് കാലിന് മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീക്കി തരണമേ മാതാവേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായിട്ട് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീട് പണി, 2ാം നിലയുടെ പണി വളരെ മനോഹരമായി തന്നെ പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഒരു സ്ഥിര നിയമനം ലഭിക്കുക എന്നതായിരുന്നു. ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു ജോലിയാണ് ഗവൺമെൻറ് ജോലി. ഞാൻ BCom ബിരുദധാരിയാണ്. ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഹിന്ദി TTC പഠിച്ചത്. പിന്നീട് എനിക്ക് മക്കളായതിനു ശേഷം പഠനം ഞാൻ തുടർന്നു.
പിന്നീട് എനിക്ക് ജോലി ഒരു ലഭിക്കുവാനായിട്ട് വേണ്ടി നമുക്ക് വിവിധ സ്കൂളുകളിൽ ഡെയിലി വേജസ് ആയിട്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് എനിക്ക് ജോലി പ്രവേശിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന്, മാതാവേ എനിക്ക് ഡെയിലി വേജസ് ആയിട്ട് എവിടെയെങ്കിലും സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ നിന്ന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒരു സ്കൂളല്ല പല സ്കൂളുകളിൽ ഡെയിലി വേജസ് ആയിട്ട് പലവിധ സ്കൂളുകളിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്ഥിര ജോലി എന്നതായിരുന്നു. ഞാൻ മാതാവിനോട് വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു, കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചിരുന്നു. മാതാവേ എനിക്കൊരു സ്ഥിര ജോലി തന്നെ, ഗവൺമെൻറ് ജോലി തന്നെ എന്നെ സമ്മതമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ ഭാര്യ ബിനിഷ വിവാഹത്തിന് ശേഷമാണ് പഠിച്ചത്. കാരണം അവളുടെ വീട്ടിൽ അങ്ങനെ പഠിക്കാനായിട്ട് സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവൾക്ക് പഠിക്കേണ്ട വിധത്തിലൊരു ഗൈഡൻസ് നൽകുവാനോ അങ്ങനെ സാധിച്ചിരുന്നില്ല. അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ടീച്ചറാവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളായിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കാം, ഞാൻ പഠിപ്പിക്കാം, അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ 2 കൈക്കുഞ്ഞുങ്ങളാണ്. പിന്നെ എനിക്ക് അരക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന എൻ്റെ അമ്മയുമായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ പോലും ഇവളെ ഞാൻ പഠിപ്പിച്ചു. അപ്പോഴും ജോലിക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, കാരണം അമ്മനെ പരിചരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു, നിനക്ക് ഏതെങ്കിലും സമയത്ത് ഒരു ജോലി കിട്ടും, നീ പേടിക്കേണ്ട. ആദ്യം നമ്മുടെ പ്രാഥമികമായ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നാണ്. നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാനായിട്ടുള്ള ഒരു അവസരം എന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതാണ് നമ്മുടെ പരമപ്രധാനമായ കടമ എന്ന് ഞാൻ പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇവൾ കല്യാണം കഴിഞ്ഞു വരുമ്പോൾ തന്നെ എൻ്റെ അമ്മ അരക്ക് കിഴപ്പോട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു. 12 കൊല്ലം ഇവൾ യാതൊരു മടിയും കൂടാതെ എൻ്റെ അമ്മയെ പരിചരിച്ചു. അങ്ങനെ കഴിഞ്ഞ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അടുത്ത് വിട്ടു പിരിഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ആവുന്ന വിധത്തിൽ ഞങ്ങളുടെ അമ്മയെ നോക്കിയെന്ന്. അപ്പോൾ അതിന് ശേഷമാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷമുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഈ ഡെയിലി വേജസിന് ഓരോ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ വിളിച്ചു തുടങ്ങി. അപ്പോഴും ഇവൾക്കൊരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സ്ഥിരം ജോലി കിട്ടണമെന്ന്. അങ്ങനെ ഞങ്ങൾ പല സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിയെങ്കിലും സ്ഥിരം ജോലി എന്നുള്ളൊരു സ്വപ്നം വളരെ വിദൂരമായിട്ട് തോന്നി. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഒരു സ്ഥിരം ജോലി കിട്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ അധ്യയന വർഷമെങ്കിലും ഒരു സ്ഥിരം ജോലി കിട്ടണമെന്നും ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ള സ്കൂളിലൊക്കെ പോയി ചോദിച്ചെങ്കിലും TTC മാത്രമായിരുന്നു വിനിഷ ചെയ്തിരുന്നത്. ഹൈസ്കൂൾ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും അവസരങ്ങൾ കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനടക്കം ഇങ്ങനെ എനിക്കും ആദ്യം അങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നെങ്കിലും പിന്നെ ഞാൻ മാതാവിനോട് എൻ്റെ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് ഈ വേദിയിൽ കയറി മാതാവിന് സാക്ഷ്യം പറയാനായിട്ട് ഒരു അനുഗ്രഹം തരണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോഴും അവിടുത്തെ മാനേജർ സിസ്റ്റർ പറഞ്ഞു, കുഞ്ഞ് ചാൻസ് ഇല്ല, ഹൈസ്കൂളിലാണ് ചാൻസ് ഉള്ളത്, നിനക്ക് ചാൻസ് ഈ പ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല. വളരെ വിഷമത്തോട് പോന്നു. എങ്കിലും ഞങ്ങൾ എറണാകുളത്ത് അവിടെ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, എങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മാതാവ് ഞങ്ങളെ കാക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കെ സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ഈ വർഷം ഈ ജൂൺ ഒരാഴ്ച ജൂൺ 2-ാം തീയതിക്ക് ഒരാഴ്ച മാത്രം മുൻപേ നിൽക്കെ മാനേജർ സിസ്റ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ചാൻസ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ സമയം വന്നിട്ടുണ്ട്, നിങ്ങളെ ദൈവം പരിഗണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിവിടെ നിങ്ങൾക്ക് സ്കൂളിൽ കോളേജിൽ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ ഉടനടി ഓടി വന്ന് എറണാകുളത്തെ ഒരു ചാപ്പലിൽ വന്നിരുന്ന് ഒരു ദിവസം മുഴുവനും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അവിടെ കോളേജിൽ നിന്ന് ഒരു വിളിയിൽ നിന്ന് വന്നില്ല. 6 ദിവസമായിട്ട് സ്കൂൾ തുറക്കാനായിട്ട് 2 ദിവസം ബാക്കി നിൽക്കുകയും ഒരു അനക്കവും ഒരു വിളിയുമില്ല. ഞങ്ങൾ ആകെ നിരാശരായി. ഇനി അത് കിട്ടോ ചാൻസ് കിട്ടോ ഇല്ല എന്ന് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്കൂൾ തുറക്കുന്ന ആ ദിവസം എൻ്റെ ഭാര്യ
മാതാവിൻ്റെ നടയിൽ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പോകണം, കുറച്ച് ലേറ്റായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ പോകണമെന്ന് വിചാരിച്ച് ഞാൻ റെഡിയാവുകയായിരുന്നു. അപ്പോഴാണ് സ്കൂൾ തുറന്ന അന്ന് മാനേജർ സിസ്റ്ററിൻ്റെ ഫോൺ വരുന്നത്. 7:10 ഇവൾ മാതാവിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എടോ മാനേജർ സിസ്റ്റർ വിളിച്ചിട്ടുണ്ട്, എന്നോട് ഉടനടി സ്കൂളിൽ വന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. യേശുവേ നന്ദി, മാതാവേ നന്ദി. ഞങ്ങൾ എന്താ പറയുക, ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ വികാരവിക്ഷോഭങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. തിരുനടയിൽ മക്കളൊക്കെ സ്കൂളിൽ പോകണം, അന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. വേഗം റെഡിയായി. മക്കളെ അന്ന് സ്കൂളിൽ വിട്ടില്ല. ഞങ്ങൾ 4 പേരും കൂടി എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിച്ച് ഞങ്ങൾ എറണാകുളത്ത് വന്ന് സ്കൂളിൽ സെൻറ്റ് തെരേസസ് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മാതാവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഒരു കണക്റ്റഡാണ്, അതൊരു ചെയിനാണ്. കാരണം ബിനീഷയ്ക്ക് അവിടെ ജോലി ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു സിസ്റ്റർക്ക്, UP സ്കൂളിൽ വർക്ക് ചെയ്യുകയായിരുന്ന വേറൊരു സിസ്റ്റർക്ക് ഒരു ടീച്ചർക്ക് അപ്രതീക്ഷിതമായി ഹൈസ്കൂളിലോട്ട് ഒരു പ്രൊമോഷൻ ലഭിച്ചു. ആ ടീച്ചർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചർ കാറ്ററ്റ് എന്ന് പറഞ്ഞ എക്സാം പാസ്സാകാനായിട്ട് വളരെ 5-6 പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം ആ ടീച്ചർ കാറ്ററ്റ് എക്സാം പാസ്സായി. അതുകൊണ്ട് മാത്രം ആ ടീച്ചർക്ക് ഹൈസ്കൂളിലോട്ട് പ്രൊമോഷൻ ലഭിച്ചു. അതുകൊണ്ട് മാത്രമാണ് UP സ്കൂളിൽ അങ്ങനെ ഒരു ചാൻസ് വന്നത്. അപ്പോൾ ഈ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് സമയക്ലിപ്തമായിട്ടാണ്. ഈ ബിനീഷ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചത്, അമ്മേ എനിക്ക് 2025 വർഷത്തിൽ തന്നെ ഒരു സ്ഥിര നിയമനം തന്നെ വന്ന് ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അത് തന്നെയാണ് സാധിച്ചത്. എനിക്ക് പോലും മിറാക്കിൾ, കാരണം ഞാനൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ പോലും എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു ഇതുമില്ലാതെ, യാതൊരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് അവിടെ ഒരു ജോലി നമുക്ക് അവിടെ ആ സ്കൂളിൽ എറണാകുളം സെൻറ്റ് തെരേസസ് സ്കൂളിൽ കിട്ടി. ഇപ്പോൾ ആ സ്കൂളിൽ 3 മാസം കഴിഞ്ഞു ഹിന്ദി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ, പിന്നെ 2 കുഞ്ഞുങ്ങളെയും തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ 4 പേരും ഒരുമിച്ച് നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങളെ കൊണ്ടാവുന്ന വിധം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇനിയും മറ്റുള്ള പാവപ്പെട്ടവരെയും മറ്റു ആശ്രണരെയും സഹായിക്കാനുള്ള വരദാനം ഞങ്ങൾക്ക് മാതാവേ അങ്ങ് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് റാഫി. ഞാൻ UK-യിൽ വൂസ്റ്റർഷയർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞാൻ 2021 UK-യിൽ എൻ്റെ വൈഫിൻ്റെ വിസയിൽ അവിടെ ചെന്നിരുന്നു. ആ സമയത്ത് എനിക്ക് ഹെൽത്ത് സെക്ടറിൽ ഒരു ജോബ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അവിടെ TB ടെസ്റ്റ് വളരെ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എനിക്ക് ഒരു TB ടെസ്റ്റ് ചെയ്യാനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ അത് ഒരു CT തൊറാസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എൻ്റെ റൈറ്റ് ഹാർട്ട് വീർത്തിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് റേഡിയോളജിസ്റ്റ് അവിടെ ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാർഡിയോളജി അപ്പോയിൻമെൻറ്റ് എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് നടക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അത് നിസ്സാരമായിട്ട് ഇട്ടു. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, താങ്കൾ പോയി ഒരു അപ്പോയിൻമെൻറ്റ് കാർഡിയോളജിസ്റ്റിന് എടുക്ക്, എന്നിട്ട് അത് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു സ്കാനിങ് റിപ്പോർട്ടുമായി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ എന്തെന്നില്ലാത്തൊരു ഇതായി. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മോളും മോനും ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നു.
പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ആകെ ഒരു ഭയം കടന്നു. ഞാൻ വേഗം തന്നെ യൂട്യൂബിൽ ഞാൻ ഇടയ്ക്ക് അച്ഛൻ്റെ ടോക്കുകളും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ വേഗം അവരറിയാതെ ഞാൻ ടിക്കറ്റ് എടുത്ത്, സാധാരണ അവർ ഇങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് യാത്രയൊക്കെ ഒഴിവാക്കും, സാധാരണ തരില്ല. അപ്പം ഞാൻ അറിയാതെ തന്നെ ഇങ്ങോട്ട് വന്നു, കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അച്ഛനെ കാണണം, ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആ ഭാഗത്ത് ടിക്കറ്റിനായിട്ട് നിൽക്കായിരുന്നു, ടോക്കന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അച്ഛൻ ഇന്ന് ഇവിടെ ഉണ്ടാകില്ല, അച്ഛൻ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോവുകയാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ എന്നോട് മാതാവ് ഇങ്ങനെ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക് എന്ന് പറയുന്നു. അപ്പം ഞാൻ അവിടെ നിന്നു. അന്ന് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു. എനിക്ക് ആദ്യത്തെ 5 പേരിൽ ഈ ടോക്കൺ കിട്ടി. ഇവിടെ അച്ഛൻ എൻ്റെ തലയിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു, സാക്ഷ്യം പറയാൻ നീ വരണം എന്ന് പറഞ്ഞു. അന്നങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷം അവിടെ ചെന്നു. എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം ഒരു 3 ദിവസം എൻ്റെ റൂമിൽ ഇങ്ങനെ, ഇവർക്കാർക്കും അത് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അതിന് ശേഷം എന്നെ ആരും ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നിലെപ്പോഴും ഒരാളുള്ള പോലെ തോന്നും. അങ്ങനെ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് മെഴുകുതിരിയിൽ പലതരം ഹാർട്ടിൻ്റെ രൂപം തെളിഞ്ഞു വരിക. അതുപോലെ ഞാൻ എൻ്റെ മൊബൈലിലുണ്ടതൊക്കെ ഇവിടെ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അത് കഴിഞ്ഞ് എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നു. അങ്ങനെ ഞാൻ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഓപ്പറേഷൻ ചെയ്തു. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ റിക്കവറിയായി വീട്ടിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷം എനിക്ക് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ മുടങ്ങാറുണ്ട്, സംഭവം ചെല്ലാറുണ്ടെങ്കിലും അങ്ങനെ മുടങ്ങാറുണ്ട്. അതിനുശേഷം ഇതുവരെ കുടുംബ പ്രാർത്ഥന വീട്ടിലും മുടങ്ങിയിട്ടില്ല. അത് വലിയൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് പോകൽ, പിന്നെ ഇപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ നിയോഗം എഴുതിയത്, എൻ്റെ മകൻ ഇവിടെ നേഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പോൾ അവന് എൻ്റെ ഹോസ്പിറ്റൽ തന്നെ, ഞാനും വൈഫ് ഒരു ഹോസ്പിറ്റലാണ്, അവിടെ തന്നെ ജോലി കിട്ടണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ നേഴ്സിംഗൊക്കെ പഠിച്ചാലും അവിടെ ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല, വളരെ അകലെയൊക്കെ പോകണം, ചിലപ്പോൾ കിട്ടണമെന്നില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് ചെന്നിറങ്ങുമ്പോൾ ആദ്യത്തെ നിയോഗം ഇവൻ്റെ ജോലി ആ ഹോസ്പിറ്റലിൽ ശരിയായി. അതെനിക്ക് വളരെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് തോന്നി. പിന്നെ ഞാൻ അതുപോലെ എണ്ണയും നമ്മുടെ ഉപ്പും സ്ഥിരമായി ഉപയോഗിക്കാറുണ്ട്. ഓപ്പറേഷന് മുമ്പ് അത് പുരട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ ഈ ഫ്ലൈറ്റ് അപകടം ഉണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഈ എയർ ഇന്ത്യയുടെ നാട്ടിലേക്ക് വരാനായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനൊക്കെ ഒരു പേടി. ആ സമയത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞ മാസം 9-ാം തീയതി ജോസഫ് അച്ഛനും ബ്രദറും കൂടിയിട്ട് UK ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വൈഫിനോട് പറഞ്ഞു, ദേ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇവരും വന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, മുട്ടുമ്മ നിൽക്ക്. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. അതിന് ശേഷം ഒരേ ഫ്ലൈറ്റിൽ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ, കൊച്ചിയിലെത്തിയപ്പോൾ അച്ഛൻ എൻ്റെ കൈമ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ ലഗേജ് എടുക്കാൻ പോയിക്കാണ്, അങ്ങോട്ട് വരണട്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇത് കഴിഞ്ഞ് ഇന്ന് 2 ദിവസം മുമ്പ് എനിക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലം സെപ്റ്റംബർ 11-നാകും. എൻ്റെ ഈ വയറിൻ്റെ അവിടേക്ക് അവർ ഇട്ടിട്ടുള്ള ആ സ്റ്റിച്ച് പെട്ടെന്ന് അത് കെട്ടിയിട്ടുള്ള ഒരു വയറാന്ന് തോന്നണു, അത് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ എൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഒരു ഇൻഫെക്ഷൻ പോലെയും വേദനയും ഒക്കെ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഇന്ന് കാലത്ത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു.
മാതാവേ ഇതെന്ത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥി. അപ്പോൾ ചെവിയിലൊരു സ്വരം, നീ അത് വലിക്കെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയം പോലെ എൻ്റെ ഉള്ളിൽ തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാനിത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര നീളത്തിൽ ഇത് വലിച്ച് ഞാനിങ്ങനെ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ വലിഞ്ഞു വന്നത് പോയി. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ഒരു ഇതാണ്. പക്ഷേ ഇത് ശരിക്കും പറയണേ ഞാൻ ഉള്ളിലിരിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഒരു സ്വരം വന്നതിനനുസരിച്ച് ഞാനത് പെട്ടെന്ന് വലിക്കും. അപ്പോൾ ഇവർ പറഞ്ഞു ഒന്നും അതുമ്പോൾ ചെയ്യരുത്, അവിടെ പോയിട്ട് വേഗം GP-നെ കാണാം, അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ വൈകും. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെ ഈ പത്രം എല്ലാ സ്ഥലത്തും നടന്നു കൊടുക്കാറുണ്ട്. അതുപോലെ പള്ളിയിലും കുറേശ്ശെ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ രോഗികളെ ആശുപത്രിയിലായതുകൊണ്ട് ഞാനൊക്കെ ആദ്യം ചില സമയത്തൊക്കെ രോഗികളോട് ദേഷ്യം വരാറുണ്ട്. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഇതിന് ശേഷം ഞാൻ നോക്കുന്ന രോഗികളൊക്കെ ഇപ്പം എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയും. അതായത് ഇപ്പം മരിക്കാനായിട്ട് ഡോക്ടർമാർ ഇത് ചെയ്തിട്ടുണ്ടാവും. ആ രോഗികൾ പോലും രക്ഷപ്പെടുന്ന ഒരവസ്ഥയിൽ ഞാൻ അവരോട് നന്നായിട്ട് എൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രോഗികൾക്കും അവരുടെ ഫാമിലിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയം ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ ഇങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലത്ത് അതുപോലെ ഞങ്ങളുണ്ടാവുന്ന സഹായങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതൊക്കെ മുടങ്ങാതെ ചെല്ലാറുണ്ട്. മകന് ജോലി അവനിപ്പോൾ നേഴ്സാണ്. അവനൊന്ന് പറയും. കോഴ്സ് കഴിഞ്ഞ് സെയിം ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാനും നേഴ്സ്, അമ്മയും നേഴ്സ്, ട്രോമ ഓർത്തോപീഡിക് വാർഡിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.